എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാധ്യമരംഗത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു കൂടുമാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് റിപ്പോർട്ടർ TV വിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചു വരുന്നു. ഈ ഉണ്ണി ബാലകൃഷ്ണൻ കുറച്ച് വർഷം മുന്നേ തന്നെ ഏഷ്യാനെറ്റിലായിരുന്നു. ഒരുപാട് വർഷം ഏഷ്യാനെറ്റിലെ ഡൽഹി ബ്യൂറോയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത ആളായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ. അപ്പോൾ ഈ ഉണ്ണി ബാലകൃഷ്ണൻ അനുജനാണ് വേണു ബാലകൃഷ്ണൻ. ഇവർ രണ്ടുപേരും ഏഷ്യാനെറ്റിൽ നിന്നാണ് ഇങ്ങനെ മാറി മാതൃഭൂമിയിലോട്ടും പിന്നെ അങ്ങനെ പല പല ചാനലുകൾക്കും പോകുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് TRP റേറ്റിംഗിൽ, ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ TV ഏഷ്യാനെറ്റ് മറികടന്ന് 1-ാം സ്ഥാനത്തെത്തി. അപ്പോൾ ഈ മാധ്യമങ്ങളൊക്കെ വരുന്ന ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാരാമീറ്ററാണ്, ഏത് കാര്യമാണ് റിപ്പോർട്ടർ TV ഏഷ്യാനെറ്റ് മറികടക്കാൻ സഹായിച്ചത്. അപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചപ്പോഴും ആ സമയത്തൊക്കെ ഒരുപാട് ഗ്രാഫിക്സ് കണ്ടന്റുകളൊക്കെ നിറച്ച് ആൾക്കാരെ എന്താ പറയുക, ഓരോ ഇൻസിഡൻറ്റും ഓരോ ദിവസത്തെ ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തു റിപ്പോർട്ട് ചെയ്ത ആൾക്കാർ. പക്ഷേ ഏഷ്യാനെറ്റ് എന്താ ചെയ്തത്? ഏഷ്യാനെറ്റ് അതിൻ്റെ തുടക്കകാലം തൊട്ട് തന്നെ അതിൻ്റെ ഗ്രാഫിക്സിനും വിഷ്വലായിട്ടുള്ള ഒരു മാറ്റവും ഒരു മോഡിഫിക്കേഷനും ഒരു ചേഞ്ചും ഒരു എന്താ പറയുക എൻഹാൻസ്മെൻറ്റും ചെയ്തില്ല. അതിന് എന്താ പറയുക, അവർക്കൊരു ചെറിയ അല്പം അഹങ്കാരം ഉണ്ടായിരുന്നു. മലയാളത്തിലെ 1-ാം നമ്പർ ചാനൽ ഞങ്ങളുടേതാണ്, ഞങ്ങൾക്കൊരു പെർട്ടിക്കുലർ കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ വ്യൂവേഴ്സ് ഉണ്ട്, അവരിനി എന്ത് മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് കാണൂ എന്നുള്ളൊരു ധാർഷ്ട്യം അവർക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് മറ്റുള്ള ചാനലുകൾ മുതലെടുത്തത്. അവർ നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് നല്ല പ്രസൻറ്റേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നല്ല AR VR അങ്ങനെയുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് യൂസറെ പിടിച്ചിരുത്തി. അതുകൊണ്ടാണ് ഈ ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചപ്പോൾ യൂട്യൂബ് ഇതിൽ നിന്ന് ആൾക്കാർ കൂടുതലും, അതായത് മുഖ്യധാര ചാനലിലോട്ട് മാറിയിട്ട് അത് കാണുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതായത് കൂടുതലും ഗ്രാഫിക്സ് പ്രസൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുണ്ട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ, ഇപ്പോൾ ഏഷ്യാനെറ്റ് 2-ാം സ്ഥാനത്താണ്, വരും ദിവസങ്ങളിൽ 24 ഏഷ്യാനെറ്റിനെ കവച്ചു വെക്കാൻ സാധ്യതയുണ്ട്, മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ അവരെ കവച്ചു വെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏഷ്യാനെറ്റ് 4-ഉം 5-ഉം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെന്താ പ്രശ്നം? ഈ TRP റേറ്റിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബാർക്ക് റേറ്റിംഗ്, അത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പരസ്യ കമ്പനികൾ പരസ്യം നൽകുന്നത്. അപ്പോൾ നിങ്ങൾ റേറ്റിംഗ് കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനലിലെ ആൾക്കാർ പരസ്യം കൊടുക്കുക, അല്ല കാണാത്ത ആൾക്കാർക്ക് പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതനുസരിച്ച് അവർക്ക് പരസ്യ വരുമാനം കൂടും. പിന്നെ റേറ്റിംഗിൽ 1-ാം സ്ഥാനത്തുള്ളവർക്ക് കൂടുതൽ പണം ആവശ്യപ്പെടാം. അതായത് സാധാരണ ഇപ്പം ഒരു പരസ്യം കാണിക്കണമെങ്കിൽ ഒരു 10 ലക്ഷം രൂപയാണ് വാങ്ങുന്നതെങ്കിൽ 1-ാം സ്ഥാനത്തുള്ള ചാനൽ വേണമെങ്കിൽ ഒരു 15 ലക്ഷം രൂപ വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം. അത് ആൾക്കാർ കൂടുതൽ കാണുന്ന ചാനലാണ്, ഞങ്ങൾക്ക് അത്രയും വ്യൂവർഷിപ്പ് ഉണ്ട്, വ്യൂവേഴ്സ് അത്രയല്ല ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് കൂടുതൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പരസ്യ വരുമാനത്തിൽ വമ്പൻ ഇടിവായിരിക്കും ഏഷ്യാനെറ്റിനെ കാത്തിരിക്കുന്നത്. അതായത് അവർ ഒരു നയം മാറ്റിയിലേക്ക്, നയം മാത്രമല്ല ഈ അടുത്ത കാലത്ത് കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബോയ്ക്കോട്ട് ഏഷ്യാനെറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അതായത് സിന്ധു സൂര്യകുമാറിനെ എന്താ പറയുക, വർഷങ്ങളായിട്ട് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന സിന്ധു സൂര്യകുമാർ അതിമ്ലേച്ഛമായ രീതിയിൽ കുംഭമേളയെ അപമാനിക്കുന്ന തരത്തിലൊക്കെ വീഡിയോ ചെയ്തു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഈ എന്താ പറയുക ഏഷ്യാനെറ്റിൻ്റെ കൂടുതലും ആൾക്കാരും കാണുന്നത് ഒരു പ്രോ റൈറ്റ് വിങ് ആൾക്കാരാണ്. കൂടുതലും ഈ എന്താ പറയുക സംഘപരിവാർ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നവർ, അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ഏഷ്യാനെറ്റ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാസ് ബോയ്ക്കോട്ട് ഉണ്ടായി. അപ്പോൾ അവരൊക്കെ പല പല ചാനലിലേക്ക് ചിതറിപ്പോയി. അപ്പോൾ അത് തന്നെയാണ് കാരണം, ഇവർ റേറ്റിംഗിൽ ഇടിയാൻ കാരണം. അപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റ് ലക്ഷ്യം വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മൊത്തം ഉടച്ചു വാർക്കുക. സിന്ധു സൂര്യകുമാറിൻ്റെ കാര്യം പരിങ്ങലാണ്. സിന്ധു സൂര്യകുമാറിന് ഇനി എന്താ പറയുക, സിന്ധു സൂര്യകുമാറിൻ്റെ ഇത്രയും വർഷമായിട്ട് സിന്ധു സൂര്യകുമാർ ആകെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കവർ സ്റ്റോറി എന്ന് പറയുന്ന സ്ഥാനമാണ്. അതിൽ തന്നെ ഒരാളും അതിൻ്റെ വ്യൂവർഷിപ്പിൽ അതിനാരും കാണുന്നുമില്ല. റേറ്റിംഗ് ഇല്ലാത്തൊരു പ്രോഗ്രാമായി അത് മാറി. അപ്പോൾ ഏഷ്യാനെറ്റ് സംബന്ധിച്ചിടത്തോളം സിന്ധു സൂര്യകുമാർ ഒരു ബാധ്യത എന്നൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ സിന്ധു സൂര്യകുമാറിൻ്റെ ചാനലിന് ചാടിക്കാനുള്ള ഇതും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്, അതായത് അതൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം, അതായത് മീഡിയയുടെ മുമ്പിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും, അതായത് ഈ ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ അവതരിപ്പിച്ച് അവരുടെ പ്രീതി പിടിച്ച് പറ്റാൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു സിന്ധു സൂര്യകുമാർ ആ ദിവസങ്ങളിലൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഏഷ്യാനെറ്റ് ഒരു മൊത്തത്തിൽ ഒരു റീവാമ്പ് ചെയ്യാൻ പോവുകയാണ്. അതായത് അവരുടെ പ്രോഗ്രാം സ്റ്റൈലും അവരുടെ പ്രസൻറ്റേഷൻ സ്റ്റൈലും അതൊക്കെ ഒന്ന് റീവാമ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റ് തുടരുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. ഈ അമ്മച്ചി വരുന്ന ദിവസങ്ങളിലെ മീഡിയ വണ്ണിലോട്ട് പോകും എന്നുള്ള റൂമറും ഈ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തള്ളക്ക് പറ്റിയ സ്ഥലം തന്നെയാണ് മീഡിയ വണ്ണും. അപ്പോൾ എന്ത് തന്നെയായാലും ഈ ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമല്ല, ഏഷ്യാനെറ്റ് രാജീവ് ചന്ദ്രശേഖരും അവരുടെ ജൂപ്പിറ്റർ ക്യാപിറ്റൽസും അവർ ലക്ഷ്യം വെച്ചത് സുജയ പാർവതിയും ഉണ്ണി ബാലകൃഷ്ണനും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ചാനലിലേക്ക്. പക്ഷേ സുജയ പാർവതി അന്ന് വിട്ടുകിട്ടിയില്ല. പക്ഷേ എന്ത് തന്നെയാലും വരും ദിവസങ്ങളിൽ സുജയ പാർവതിയും ഏഷ്യാനെറ്റിലേക്ക് എത്തും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതിന് പറയുന്നൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഉണ്ണി ബാലകൃഷ്ണനും മുമ്പ് അത് കരിയർ തുടങ്ങിയിരിക്കുന്നത് ഏഷ്യാനെറ്റിലേക്ക് തന്നെയാണ്. അതേപോലെ സുജയ പാർവതിയും ഒരുപാട് വർഷം ഏഷ്യാനെറ്റിൻ്റെ ഡൽഹി റിപ്പോർട്ടർ ആയിരുന്നു.
ഡൽഹിയിലെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തത് ഡൽഹി ഡെസ്ക് ഹാൻഡിൽ ചെയ്തത് സുജിയ പാർവതി ആയിരുന്നു. അപ്പോൾ അങ്ങനെ പഴയ 2 ഫോർമർ എംപ്ലോയീസിനെയാണ് ഏഷ്യാനെറ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് റീവാമ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് സുജിയ പാർവതി വീണ്ടും ഏഷ്യാനെറ്റിലേക്ക് തിരിച്ചു വരുമെന്നത്. അപ്പോൾ ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചാനലൊക്കെ ഒരു ഹോട്ട് ഡിബേറ്റ് നടക്കുന്നുണ്ട്. അവർക്ക് ഒരു ഐക്കോണിക് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഒരു ഫോർ എക്സാമ്പിൾ പറയാം, ഈ എഡിറ്റേഴ്സ് മീറ്റ് എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടർ ടി വിയിൽ അത് ഭയങ്കര എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷേ അത് സോഷ്യൽ മീഡിയയിലും ആൾക്കാരുടെ ഇടയിലും അതിലൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഈ പരിപാടിക്കൊക്കെ ശരിക്കും ഇതൊക്കെ കാരണമാണ്, ഇതും ഒരു ഘടകമാണ് അവരുടെ റേറ്റിംഗിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടില്ലേ. അതായത് ഓരോ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത ഒരാൾ, ഇപ്പോൾ സുജയ പാർവതി എന്ന് വെച്ചാൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നു, ബാക്കി ആൾക്കാർ കോൺഗ്രസ് എന്താ പറയുക കമ്മ്യൂണിസ്റ്റ് ഭാഗങ്ങളൊക്കെ വിശദീകരിക്കുന്നു. അപ്പോൾ ഈ റിപ്പോർട്ടർമാരനെ, അതായത് അതിൻ്റെ ആങ്കേഴ്സ് തന്നെ വന്നിട്ട് ഓരോ പാർട്ടിയെ റെപ്രസെൻറ്റേറ്റീവുമാര് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു കൗതുകം. അപ്പോൾ അങ്ങനെ പരിപാടി ഹിറ്റായി. അപ്പോൾ അത്തരത്തിലുള്ള വെറൈറ്റിയിലുള്ള പ്രോഗ്രാം ഇവിടെയും ഏഷ്യാനെറ്റിലും വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ്. അപ്പോൾ ഈ സംഘപരിവാർ അനുകൂലവാദം പറയാൻ ഇപ്പോൾ സുജയ പാർവതിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ആ ഒരു ഇതിൽ ഒരു ഐഡൻറ്റിറ്റി കിട്ടി, അവർക്കൊരു ലൈസൻസ് കിട്ടി. ഇനി എന്താണ് ഇതിന് ഇവൾ ഇത് പറയുന്ന ഒരാളാണ്, ഇവൾ എന്താ പറയുക അതിൻ്റെ ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ ചാനലിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ അവരുടെ ഭാഗം പറയാനും അപ്പോൾ ഒരു ഹോട്ട് ഡിബേറ്റ് വരും. ഒരു ഡിബേറ്റ് വരുമ്പോൾ ആൾക്കാർ കൂടുതലായിട്ട് കാണും, വ്യൂവർഷിപ്പ് സ്വാഭാവികമായിട്ട് ഉയരും. അപ്പോൾ ഇവരെ ഏഷ്യാനെറ്റിലേക്ക് സംബന്ധിച്ചിടത്തോളം അവരെ പ്രൈം ടൈം ഡിബേറ്റുകളാണ് കൂടുതൽ, പ്രൈം ടൈം ഇതാണ് കൂടുതൽ ആൾക്കാരും കാണുന്നത്. പക്ഷേ അതിനും വർഷങ്ങളായിട്ട് അതിലപ്പുറത്തേക്ക് അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ട്രഡീഷണൽ ആയിട്ടുള്ള കാലഘട്ടങ്ങളായി എന്താ പറയുക ചെയ്തു പോകുന്ന ഇതിൽ ആ ഒരു പാറ്റേണിലാണ് അവർ ന്യൂസ് എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത്. അവരുടെ പ്രോഗ്രാം എല്ലാം ഒരേ പാറ്റേൺ വർഷങ്ങളായിട്ടുള്ളത്. അപ്പോൾ അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്. സുജയ പാർവതിയും ഈ ഉണ്ണി ബാലകൃഷ്ണനൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കൂടുതൽ നല്ല നല്ല മുഖങ്ങളെ വീണ്ടും ഏഷ്യാനെറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്ത് തന്നെ ഏഷ്യാനെറ്റ് ഒരു മൊത്തത്തിൽ റീവാമ്പിന് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചില എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാരും ഏഷ്യാനെറ്റിലോട്ട് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് 2-3 റൂമേഴ്സൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിക്കുന്നുണ്ട്. അതായത് മാതൃഭൂമിയിൽ നിന്ന് അഭിലാഷ് മോഹനും പിന്നെ എന്താ പറയുക ന്യൂസ് 8 നിന്ന് മഞ്ജുഷ് ഗോപാലും അങ്ങനെയുള്ള ആൾക്കാരും ഏഷ്യാനെറ്റിലോട്ട് വരുന്നു എന്നുള്ളൊരു റൂമേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് വന്നു കഴിഞ്ഞാലും അത് ഒരു ഈ റിപ്പോർട്ടർ ടി വിയിൽ കാണുന്ന ഒരു എഡിറ്റേഴ്സ് മീറ്റ് അങ്ങനെയുള്ള ഒരു ആങ്കേഴ്സ് ചേർന്നിട്ടുള്ള ഒരു ഡിബേറ്റ് അതൊക്കെ ആയിരിക്കും ചിലപ്പം ഏഷ്യാനെറ്റ് പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും അതിലും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തിനായാലും നടക്കട്ടെ, ചാനൽ യുദ്ധം മുറുകട്ടെ. അതായത് ഇതുകൊണ്ടൊന്നും എന്താ പറയുക കേരളം ശരിക്കും ഫെഡപ്പാണ്. അതായത് ഈ ചാനലിൽ നടക്കുന്ന ഡിബേറ്റുകൾ ആൾക്കാർ ശരിക്കും ഫെഡപ്പാണ്. ആൾക്കാരിപ്പം കൂടുതലും യൂസ് ചെയ്യുന്നത്, കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്ന യൂട്യൂബിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ പല ചാനലുകളും മുഖ്യധാര മാധ്യമങ്ങൾ സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആങ്കർമാരും അങ്ങനെയാണ്, ഒരു പക്ഷം പിടിച്ച് പല എന്താ പറയുക സത്യം മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ. ചിലപ്പം ചിലവരെ പുട്ടിയടിച്ച് വെള്ള പൂശുക, ചിലവരെ താറടിക്കുക. ഇതൊക്കെയാണ് ഇവർക്ക് വേണ്ട ആൾക്കാരെ താറടിക്കും, വേണ്ട ആൾക്കാരെ വെള്ളപൂശും, വേണ്ടാത്ത ആൾക്കാരെ താറടിക്കും. ഇതൊക്കെയാണ് ഒരു പരിപാടി. അപ്പോൾ എന്ത് തന്നെയാണ് ആൾക്കാർ ഇനിയിപ്പോൾ ആര് ഇങ്ങോട്ട് കറങ്ങിയിടന്നാലും ആൾക്കാരൊന്നും ഇതൊന്നും കാണാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ അത് വേറെ സത്യം. ആൾക്കാർ കൂടുതലും സത്യം അറിയണമെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് ചാനലിലെ ഡിബേറ്റ് അതിലാണ് കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നത്. അവർക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് പരസ്യ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സത്യം തുറന്നു പറയാം. അപ്പോൾ എന്ത് തന്നെയാണ് നമുക്ക് കാത്തിരിക്കാം. ഈ ചാനലുകാരുടെ കൂടുമാറ്റം കൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ ഏഷ്യാനെറ്റിനെ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.